വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന സമയങ്ങളാണ് മുഹറം 10 എന്ന് മുഹറം പറഞ്ഞാൽ. ആ ദിവസത്തിന് അള്ളാഹു എത്ര ബഹുമാനിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെഹറുള്ള അള്ളാഹിന്റെ മാസമാണ് പ്രത്യേകം പറഞ്ഞ റമദാൻ മാസമാണ്. മാസം കഴിഞ്ഞാല് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം ഏറ്റവും പ്രിയപ്പെട്ട മാസം. മാസം നബി തങ്ങൾ മുഹറമാണ്. ഏറ്റവും കൂടുതൽ പരിഗണിച്ച മാസം മുഹറം മാസമാണ്. മാസമാണ്. അതല്ലേ നബി തങ്ങൾ എന്താ പറഞ്ഞത്? മുഹറം 10 നിങ്ങൾ നോമ്പ് നോൽക്കുക എന്ന് പറയുകയും നബി തങ്ങൾ നോറ്റ് കാണിക്കുകയും ചെയ്തു. അതിന്റെ കൂടെ ഒമ്പതാമത്തെ അങ്ങനെ സംഭവമുണ്ട് അല്ലേ? യഹൂദികളും നസറാനികളൊക്കെ പത്താമത്തെ നോമ്പ് നോൽക്കും. 10 നോൽക്കാറുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയ ദിവസം മുഹറം 10 അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വാൻലോകത്തേക്ക് ഉയർത്തിയത് മുഹറം 10 പറയപ്പെടുന്നു. മുഹറം 10 ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇസ്ലാമിലെ ഒട്ടുമിക്ക പ്രധാന സംഭവങ്ങളും മുഹറം 10 മുഹറം 10 നടക്കുന്നത്. ഏകദേശം എല്ലാ പ്രവാചകന്മാരും ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ആ പരീക്ഷണത്തിൽ നിന്ന് കഴിച്ചിലായ രക്ഷപ്പെട്ടത്. അതെ, ആ കഴിച്ചിലായ ദിവസമൊക്കെ മുഹറം 10 അപ്പൊ മറ്റേ യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യവയറ്റിൽ നിന്ന് കഴിച്ചിലായത്. അത് പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്. ആ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. അത് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമം വരെ അദ്ദേഹം മത്സ്യത്തിലായിരിക്കും. അപ്പൊ ഈ ദിക്ർ ആ ദിവസം ചെല്ലല് നല്ല സുന്നത്താണ്. മാത്രല്ല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഉണ്ട്. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ ഇഖ്ലാസ് സൂറത്ത് ഖുർആന്റെ ഹദീസുണ്ട്. ഇഖ്ലാസ് സൂറത്ത് ഒരാൾ ഒരു ദിവസം 10 തവണ ചൊല്ലി കഴിഞ്ഞാൽ അവനിക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുന്ന ഒരു മണിമാളിക അതിന്റെ തുടർച്ചയായിട്ടുണ്ട്. 2 പ്രാവശ്യം ഓതി കഴിഞ്ഞാല് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചൊല്ലിന് അധികരിപ്പിക്കും പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. 25 ജില്ലയിൽ 22 അങ്ങനെ അതിന്റെ ഇരട്ടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പറഞ്ഞു. ഈ ദിവസങ്ങളൊക്കെ മുഅ്മിനീങ്ങളൊക്കെ ഈ ദിക്റുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, യാ ഹയ്യു യാ ഖയ്യൂം പ്രത്യേകം. അതുപോലെ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ദിക്റ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലിട്ടിട്ട് ആ തീയിനോട് മലക്കുകൾ പല ഓരോ മഴ വർഷിക്കുന്ന മലക്ക്, അങ്ങനെ പല മലക്കുകളും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് പറഞ്ഞത് എനിക്ക് അള്ളാഹു മതി എല്ലായിട്ട്. ഈ ദിക്ർ അവിടെ നിന്ന് ഉണ്ടാവണമെന്നുണ്ട്. ചൊല്ലി അദ്ദേഹത്തിന് അള്ളാഹുലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ മേൽ തീയനി തണുപ്പും രക്ഷയുമാവുക. ഇബ്രാഹിം നബിയുടെ വസ്ത്രത്തിൽ പോലും ഒരു തുള്ളി കരി പുരണ്ടിട്ടില്ല എന്ന്. ഈ ബർദം വസ്സലാമിലൊരു കിടക്കുന്നുണ്ട്. ബർദം എന്ന് പറഞ്ഞ തണുപ്പ് മാത്രമായാല് തണുത്താലും ആളെന്ത് ചെയ്യും പ്രശ്നം. പക്ഷെ ബർദം വസ്സലാമിലൊരുപാട് കൊടുക്കാൻ കാരണമുണ്ട്. അതായത് ഒരു എയർ കണ്ടീഷന്റെ ഫീലിംഗ് അതായിരുന്നു അദ്ദേഹത്തിന്. സാധാ തീയിലിട്ടിട്ട് രോമം പോലെ നടന്നത് ഈ മുഹറം 10 അതെ മുഹറം 10 മാത്രല്ല മഹാന്മാരാകുന്ന പല മലക്കുകളെ ജിബ്രീൽ അലൈഹി ഇസ്ലാം, മീകായിൽ അലൈഹി ഇസ്ലാം, ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം, അസ്രാൽ ഇവരൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10 ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് മുഹറം 10 സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മുഹറം 10 സ്വർഗവും നരകവും ഉണ്ടാക്കിയത് ഇസ്ലാമിന്റെ കപ്പല് ജൂദ് പർവ്വതത്തിന്റെ മുകളിൽ ലാൻഡ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള മുഹറം 10 ഇവര് ഈ അനാചാരങ്ങൾ കൊണ്ട് കൊണ്ടാടുന്നത്. അത് വളരെയധികം നമ്മള് ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ആ പവിത്രതകൾ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുക. ഇങ്ങനത്തെ അനാചാരങ്ങളിലൊന്നും പെടാതിരിക്കുക. പ്രത്യേകിച്ച് ഈ മാസം എന്ന് പറഞ്ഞാല് അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാസമാണ്, പ്രത്യേകം ബഹുമാനിച്ച പവിത്രമായ മാസമാണ് ഈ മുഹറം എന്ന് പറഞ്ഞാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാനും ഒക്കെ പറഞ്ഞ ഒരുപാട് സ്വാലിഹീങ്ങൾ ആലിമീങ്ങളൊക്കെ ഈ മാസത്തിനെ ബഹുമാനിക്കുകയും നോമ്പെടുക്കാൻ വേണ്ടി പറയുകയും പ്രത്യേകം പറയുന്നുണ്ട്. ആലിമീങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് എന്താ, ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക സുന്നത്തുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു തുടർച്ചയായിട്ടെന്നല്ല, റമദാൻ പോലെ 30 ദിവസവും നോമ്പ് നോൽക്കൽ പ്രത്യേക സുന്നത്തുള്ള മാസം തന്നെയാണ് മുഹറം.
ഭയങ്കരമായ ശ്രേഷ്ഠത അതൊക്കെ അതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള മഹാന്മാരുടെ വാക്കുകളാണ് അതൊക്കെ. അത്രയും ഇവരെ പ്രവർത്തനത്തിനൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതിന് അത്രയും ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളതാണ്. ഇത് മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല നിരവധി ജാതി മതക്കാരും ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ ഇതിനെ ബഹുമാനിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരൊക്കെ ഇവരെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസം മുഹറമൊക്കെ. ഖുർആനാണല്ലോ, അതെ, ഖുർആനാണല്ലോ അവസാനത്തെ ഗ്രന്ഥവും അവസാനത്തെ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങളുമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഈ മാസത്തിനെ ബഹുമാനിച്ചത് കൊണ്ട് നമ്മൾ എന്തായാലും ഈ മാസത്തിനെ ബഹുമാനിക്കാനും ദിക്റുകൾ ചൊല്ലാനും ആരാധനകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനും കാര്യങ്ങൾ കൊണ്ടും നോമ്പുകൾ കൊണ്ടും ഖിയാമുൽ ലൈൽ കൊണ്ടൊക്കെ അധികരിപ്പിക്കേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ അനാചാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ട, ഇത്തരം അനാചാരങ്ങളിൽ നിന്ന് വെറുക്കുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യേണ്ട മാസം. അതുപോലെ നോമ്പ് 10 നോമ്പുകൾ പ്രധാനമായിട്ട് 2 നോമ്പ് ഒപ്പം നോൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഈ നോമ്പ് നോറ്റാക്കളുടെ പ്രതിഫലം പറയുന്നത് എന്താ? ഒരു വർഷത്തെ പാപം അള്ളാഹു മാപ്പാക്കി കൊടുക്കും. മുഹറത്തിന്റെ നോമ്പ് ഒരു വർഷത്തെ പാപം അള്ളാഹു അവനിക്ക് മാപ്പാക്കി കൊടുക്കും എന്നാണ്. അതിന് പ്രതിഫലം മാത്രം പറയാം. മുഹറം 10 നോമ്പ് നോറ്റാൽ അവനിക്ക് ഒരു വർഷത്തെ പാപം മാപ്പാക്കി കൊടുക്കും. ചെല്ലേണ്ട ദിക്റുകൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെല്ലേണ്ട ദിക്റുകൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഖ്ലാസ് ധാരാളം അധികരിപ്പിക്കുക ഇൻഷാ അല്ലാഹ്.